മുൻ എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രഹ്ലാദൻ ഗോപാലന്റെ 57ാമത് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. കണ്ണൂർ ഡി.സി.സി ട്രഷറർ കെ. പ്രമോദ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മലബാറിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു പ്രഹ്ലാദൻ ഗോപാലൻ എന്ന പേരിൽ അറിയപ്പെട്ട പി. ഗോപാലൻ എന്ന് അദ്ദേഹം പറഞ്ഞു. സേവാദൾ ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ സേവാദൾ പ്രസ്ഥാനത്തിന് സംസ്ഥാനത്തുടനീളം യൂണിറ്റുകൾ രൂപീകരിക്കുന്നതിൽ പി. ഗോപാലൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നുവെന്നും കെ. പ്രമോദ് അനുസ്മരിച്ചു. കണ്ണൂർ 2-ൽ പാമ്പൻ മാധവേട്ടനും തലശ്ശേരിയിൽ പി. കുഞ്ഞിരാമൻ എന്നിവരാണ് കോൺഗ്രസിൻ്റെ എം.എൽ.എമാർ. ഇന്ന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന വേളയിൽ പുതിയ മുഖ്യമന്ത്രി ബഹുമാനായ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയി നിൽക്കുന്ന ഒരു വേളയിലാണ് ഈ അനുസ്മരണ ചടങ്ങ് നടക്കുന്നത്. അന്ന് 112 അംഗങ്ങളാണ് കേരള നിയമസഭയിൽ. 63 എം.എൽ.എമാരെ അന്ന് കേരളത്തിൽ ജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരാളാണ് ഗോപാലേട്ടൻ. നമുക്കറിയാം, കണ്ണൂരിൽ നിന്ന് നമ്മൾ ജയിപ്പിച്ച ആർ. ശങ്കറാണ് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. കോൺഗ്രസ്സിലെ തമ്മിലടി കാരണം അവിശ്വാസ പ്രമേയത്തിൽ ആർ. ശങ്കറിനെ പുറത്താക്കുകയും അതാണ് നമ്മുടെ ചരിത്രം. ഗോപാലേട്ടനെ പറ്റി പറഞ്ഞാൽ, ഗോപാലേട്ടൻ സേവാദൾ ബോർഡിൻ്റെ ചെയർമാൻ. കോൺഗ്രസിനെ അഴീക്കോട് മണ്ഡലത്തിലും മലബാർ മേഖലയിലും കോൺഗ്രസിനെ വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ് ഗോപാലേട്ടൻ. PR അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. PR എപ്പോഴും ഗോപാലേട്ടനെ പറ്റി പറയും. മുന്നേ 2 പരിപാടിയിൽ ഇതുപോലുള്ള അനുസ്മരണ ചടങ്ങിൽ PR ഒന്നിച്ച് ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ പറയുന്ന ഗോപാലേട്ടൻ പ്രഹ്ലാദൻ ഗോപാലേട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ കോൺഗ്രസിനെ സ്നേഹിക്കുകയും കോൺഗ്രസിൻ്റെ ആദർശങ്ങൾ, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളിൽ വിശ്വസിച്ച് അടിയുറച്ച ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇന്നത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഒരു മാതൃക ആക്കേണ്ടതാണ്. കൂടുതലൊന്നും തന്നെ സംസാരിക്കുന്നില്ല. നമുക്കറിയാം, ഗോപാലേട്ടൻ്റെ 1969 മലപ്പുറത്ത് വെച്ചുണ്ടായ ഒരു കാർ അപകടത്തിലാണ് നമുക്ക് ഗോപാലേട്ടനെ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. 1960 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ മാടായി നിയോജക മണ്ഡലത്തിൽ നിന്നാണ് പി. ഗോപാലൻ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അനുസ്മരണ യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി T.K. അജിത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ഉമ്മർ, മണ്ഡലം പ്രസിഡന്റ് T.M. മോഹനൻ, K. ഗോകുലേശൻ, E. വിനോദൻ, സജേഷ് നമ്പ്യാർ, K.C. അനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചാന്ദിനി, സീമ തുടങ്ങിയവരും പി. ഗോപാലൻ്റെ കുടുംബാംഗങ്ങളായ ദീപക് കൃഷ്ണ, M.V. പ്രസാദ്, ഉദയഭാനു എന്നിവരും സംസാരിച്ചു.